ഫ്രണ്ട്സ്, എല്ലാവർക്കും സമാസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ല ഒരു അരിപ്പായസമാണ്. അതിനായിട്ട് ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു അര ഗ്ലാസ് ഉണക്കലരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുതിരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂറൊന്ന് കുതിർക്കാനായിട്ടൊന്ന് ഇട്ട് വയ്ക്കാം. അതിനുശേഷം വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞ് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുള്ളതാണ്. ഈ ഒരു അരി നമുക്ക് ഒരു കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഏകദേശം ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് കുക്കാക്കി എടുക്കാം. ഇപ്പോൾ ഇത് അരിയെല്ലാം നന്നായി തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താണ്. ഇതിലേക്ക് നമുക്ക് ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ ശർക്കര എല്ലാം നന്നായിട്ട് പാനിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു അരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരം എത്രത്തോളം വേണം നോക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1-2 ഏലക്ക ഒന്ന് ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അരി ആ ഒരു ശർക്കര പാനിയിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. അതുവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം തേങ്ങയുടെ 2ാം പാല് 1 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ നന്നായി തന്നെ ഒന്ന് പായസം കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാല് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. 1ാം തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫാക്കി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ പായസം നന്നായി തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും ഒന്നുകൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ച് ചേർത്ത് കൊടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് റൈസിൻസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായി തന്നെ ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു അരിപ്പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള അരിപ്പായസം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോസൊക്കെ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാനൊന്നും മറന്നു പോകരുത്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.